ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാൾക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ കൺട്രി സൈഡിൽ കൂടെ എലോറയിലേക്ക് അങ്ങ് പോവുമായിരുന്നു. പോകുന്ന വഴി നിറയെ പച്ചപ്പാണ്. പാടവും ചെടികളും മരങ്ങളും കുന്നുകളും, അല്ല കുന്നില്ല, ആ ചെടികളും പാടവും മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴി നിറയെ നല്ല ബ്യൂട്ടിഫുൾ ആയ സീനറി ആയിരുന്നു. അങ്ങനൊരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോ നല്ലൊരു സൺസെറ്റ്. എന്നാ പിന്നെ കാർ ഒതുക്കിയിട്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പതുക്കെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ആ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ അവിടെ കുറെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ബിയറിന്റെ എന്തിന്റെയോ ഫാക്ടറിയാണ്. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്ന് നോക്കുമ്പോൾ ഞങ്ങൾ സൈഡിലൊരു ആപ്പിൾ തോട്ടം കണ്ടു. എന്നാ പിന്നെ അവിടെ ഒന്ന് കയറാന്ന് വിചാരിച്ചു. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോ ഓണറിനെ ആരെയും കാണുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം നിന്ന് നോക്കി. ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് അവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോ ഒരു ട്രാക്ടർ കൂടെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ നോക്കി. ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു വീഡിയോ എടുക്കാനാണ്, ഞങ്ങൾക്കൊരു പെർമിഷൻ തരുമെന്നൊക്കെ ചോദിച്ചു. പുള്ളി ആദ്യം ഇങ്ങനെയൊക്കെ നോക്കി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് വീഡിയോ ഒക്കെ കാണിക്കാൻ പറഞ്ഞു. വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ വിൽക്കുന്നതാണോ അതോ നിങ്ങൾ എവിടെയാണ് വിൽക്കുന്നത്, നിങ്ങൾക്ക് ഫാക്ടറി ഉണ്ടോ, കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്പിൾ തോട്ടം കാണുന്നത്. കഴിഞ്ഞ വർഷം കയ്യിൽ കാശും മുടക്കി വണ്ടി ഓടിച്ച് ആപ്പിൾ തോട്ടം കാണാൻ പോയിട്ട് ആപ്പിളിൽ ഒരു കുഴി പോലും കാണാൻ പറ്റിയില്ല. നിലത്ത് കിടക്കുന്ന ആപ്പിൾ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും എന്താണ് ആപ്പിൾ തോട്ടം എന്ന് മനസ്സിലായത്. നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആപ്പിൾ തോട്ടം ഇങ്ങനെ കാനഡ അമേരിക്കയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ റിയൽ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ്. കയ്യിൽ കവറോ കൊട്ടയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്ത് വയ്ക്കാനും വയ്യ, പറിക്കാനും വയ്യ, എന്നാ കണ്ടിട്ട് സഹിക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. സലികുമാർ പറഞ്ഞ പോലെ നമ്മള് ടെസ്റ്റ് അടിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇവരെങ്ങാനും ആപ്പിൾ തോട്ടത്തിൽ വല്ല ഷോക്കോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ സംശയം. ആദ്യം കുറെ ടെസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഉറപ്പായി ഇതിനകത്ത് ഷോക്കും കാര്യങ്ങളിലാണ്. പിന്നെ ഞങ്ങളുടെ കള്ളക്കുരിപ്പ്, അവളാണെങ്കിൽ ആപ്പിള് കണ്ടു കഴിഞ്ഞിട്ട് അവൾക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇടയ്ക്ക് ഓരോ ആപ്പിളൊക്കെ പറിച്ചു. എന്തായാലും താഴെ വീണ് പോകുന്ന ആപ്പിളല്ലേ, കൊച്ചി 2 പറിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ലല്ലോ. അങ്ങനെ 2-3 ആപ്പിളെല്ലാം പറിച്ച് അവള് ഹാപ്പിയായി. ഏത് മരത്തിലെ ആപ്പിൾ പറിക്കണമായിരുന്നു അവളുടെ കൺഫ്യൂഷൻ. എനിക്കാണ് ഈ ആപ്പിൾ തോട്ടം കണ്ടിട്ട് അവിടുന്ന് പോകാനും തോന്നുന്നില്ല. എലോറയിലേക്ക് പോണോ വേണ്ടെന്നൊക്കെ സംശയം. നടന്ന് വിശദീകരിച്ച് അങ്ങ് കാണുമായിരുന്നു. എന്ത് മനോഹരമായ തോട്ടം. നാട്ടിലാണെന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മതിലൊക്കെ ചാടിയിട്ട് വേണം വല്ല മാങ്ങത്തോട്ടത്തിലേക്കോ ചക്കയിലേക്കോ നമുക്ക് കയറാൻ. പക്ഷെ ഇവിടെ പിന്നെ മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് മതിൽ ചാടേണ്ടി വന്നില്ല. ഈസി ആക്സസ് ആയിരുന്നു. റോട്ടിൽ കൂടെ പോണ വഴി വണ്ടി നിർത്തി കയറി. ഞാൻ ഉദ്ദേശിച്ചത് മതിൽ ചാടാനല്ല. മതിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇറങ്ങി കാണാനൊന്നും പറ്റില്ല. കൊച്ചുമുത്താണെങ്കിൽ എല്ലാ ആപ്പിൾ തോട്ടത്തിലും നാട്ടിൽ നിന്ന് നടന്നങ്ങ് കാണുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു രാത്രി ആവാറായപ്പോ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. എലോറയ്ക്ക് പോണ വഴി അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളൊക്കെയോ ആയി. എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. എലോറയിൽ ഞങ്ങൾ ഹാലോവിനായിട്ടാണ് പോവാൻ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫുൾ ബിൽഡിങ്സിലും എല്ലായിടത്തും ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കായിരുന്നു. വണ്ടി സൈഡിൽ എവിടെയോ സൈഡാക്കി ഞങ്ങൾ നടന്നു കാണാൻ തീരുമാനിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് നിങ്ങളുടെ ചെറുവിരല് ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് അടിക്കുക. നിങ്ങളുടെ ഇമോഷൻസും സജഷൻസും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാ, അങ്ങനെയല്ലേ? അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ. സ്റ്റേ ട്യൂൺ വിത്ത് ബ്ലോഗ് ടെൽ വിത്ത് എൽസ. നമുക്ക് വീണ്ടും കാണാം അടുത്ത ബ്ലോഗ്.